ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് പാർലമെന്റിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ആ പാർലമെന്റിൽ ചർച്ചയാകുന്നത് സ്പീക്കർ നിഷ്പക്ഷമായാണോ പെരുമാറുന്നത് എന്നാണ്. അതിന്റെ പേരിലാണ് സ്പീക്കറിനെതിരെ അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനാണ് സ്പീക്കർ ശ്രമിക്കുന്നതെന്നും ഭരണപക്ഷത്തിന് വേണ്ടുവോളം സ്വാതന്ത്ര്യം നൽകുന്നു എന്നും ആരോപണമുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രധാനമായി എല്ലാവരും പറയുന്നത് പ്രതിപക്ഷ അംഗങ്ങളോട് സ്പീക്കറുടെ സമീപനമാണ്. സഭയിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ മൈക്കുകൾ ഓഫാക്കുന്നതും അവരുടെ പ്രസംഗങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതും പതിവാകുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ച അദാനി വിവാദം പോലുള്ള ഗൗരവകരമായ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മറ്റൊരു ആരോപണം പ്രതിപക്ഷ അംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള വേഗതയാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ ഭരണപക്ഷത്തിനെ എതിർക്കുമ്പോഴോ അവരെ പുറത്താക്കുന്നത് പാർലമെന്റ് സുഗമമായ നടത്തിപ്പിന് ചേർന്നതല്ല എന്നാണ് ആരോപണം. ഭരണപക്ഷം എന്ത് പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്താലും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവരെ പുറത്താക്കാൻ ഓം ബിർള എത്തുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഓം ബിർള വന്നതിന് ശേഷം പുറത്താക്കപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 112ഓളമാണ് അത് എത്തി നിൽക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു സ്പീക്കർമാരും ഇത്രയും ആളുകളെ പുറത്താക്കിയിട്ടില്ല. ഗൗരവകരമായ പല ബില്ലുകളും ചർച്ചയില്ലാതെ പാസാക്കിയെടുക്കാൻ സ്പീക്കർ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന വിമർശനവും ശക്തമാണ്. പാർലമെന്ററി കമ്മിറ്റികൾക്ക് വിടാതെയും പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ പരിഗണിക്കാതെയും മിനിറ്റുകൾക്കുള്ളിൽ പ്രധാന നിയമങ്ങൾ പാസാക്കിയെടുക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. സഭയിൽ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രം എന്ത് നിയമവും ചർച്ചയില്ലാതെ നടപ്പിലാക്കാൻ സ്പീക്കർ കൂട്ടുനിൽക്കുന്നു എന്നാണ് പ്രധാന ആക്ഷേപം. ഇന്ത്യൻ പാർലമെന്റിൽ സ്പീക്കറിനെതിരെ അവിശ്വാസ പ്രമേയം വരുന്നത് വളരെ വിരളമാണ്. ഇപ്പോൾ വരാൻ കാരണം തന്നെ ഓം ബിർള BJPയുടെ അജണ്ടകൾക്കൊപ്പം നീങ്ങുന്നുവെന്നും തങ്ങളുടെ ചോദ്യങ്ങൾക്കും തങ്ങളുടെ ആവശ്യങ്ങൾക്കും പുല്ലുവില നൽകുന്നുണ്ടോ എന്ന് പ്രതിപക്ഷത്തിന്റെ തോന്നൽ കൊണ്ടാണ്. അത് വെറും തോന്നലല്ല, അത് സത്യമാണ്. ഒരു സ്പീക്കർ എപ്പോഴും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും വക്താവ് ഒരേപോലെ ആയിരിക്കണം. ചുരുക്കത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത നിലനിർത്തേണ്ട സ്പീക്കർ പദവി ഇന്ന് വലിയ ചോദ്യം ചിഹ്നങ്ങൾക്ക് മുമ്പിലാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ബഹുമാനിക്കേണ്ടയാൾ പക്ഷാപാതം കാണിക്കുന്നു എന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇത് അവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം കുറയാൻ തന്നെ കാരണമാകും.